ഹലോ ഗൈസ്, രാവിലെ തന്നെ കുടയും പിടിച്ച് ഇവളെങ്ങോട്ടാന്നല്ലേ നിങ്ങൾ വിചാരിക്കുക. എന്നാൽ നിങ്ങൾ വിചാരിച്ച് കഷ്ടപ്പെടേണ്ട. ഇവിട്ടി അവളുടെ അങ്കനവാടി പോവാണ്. ഇവിട്ടി അങ്കനവാടി പോയി തുടങ്ങിയോ എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇല്ല, അവൾക്ക് 1.5 വയസ്സേ ആയിട്ടു, അവൾ പോവാറായിട്ടാ. പക്ഷെ പിന്നെ ഇന്നെന്തിനാവണാവോ അവൾ അങ്കനവാടി പോകുന്നതെന്ന് ചിന്തിക്കുകയാണല്ലേ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഏകദേശം ആൾക്കാർക്കും. ഇന്നാണ് അങ്കനവാടിയിൽ ഓണപ്പരിപാടി എന്ന് പറയുന്നത്. ഓണാഘോഷിക്കുകയാണ് കുട്ടികളെല്ലാവരും ചേർന്ന്. ഒപ്പം അമ്മമാരും അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ ഏച്ചിമാരും ഏട്ടന്മാരും എല്ലാവരും കൂടിയിട്ട് ഓണാഘോഷിക്കുകയാണ്. ഒരുപാട് കുട്ടികളെ കണ്ടപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കുട്ടി മാത്രമേ ഉള്ളൂ ചെറുതായിട്ടുള്ളത്. അതുകൊണ്ട് അവൾ ചെറിയ പിള്ളേരെ ഒന്നിച്ച് കളിച്ച് വളർന്ന ഒരു ശീലം അവൾക്ക് കുറവായതുകൊണ്ട് തന്നെ നോക്കി ഇന്ന് ഒരുപാട് കുട്ടികളെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെ ഒന്നിച്ച് കളിക്കാനും അവരൊന്നിച്ച് നടക്കാനും ഒപ്പം അവളുടെ വാശിയും കാണിച്ച് അവൾ ഇന്ന് എൻജോയ് ചെയ്ത് നിൽക്കുന്നത് കണ്ടു കേട്ടോ. ഇന്ന് ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു. മിഠായി വർക്കലും അതുപോലെ തന്നെ കസേരക്കളിയും കുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ട് അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാം വെച്ചു കേട്ടോ. അമ്മമാരും കുട്ടികളോടൊപ്പം മാക്സിമം എൻജോയ് ചെയ്തു ഇന്ന്. പിന്നെ ഉച്ചയ്ക്ക് നല്ലൊരു അടിപൊളി സദ്യയും എന്താണെന്ന് പറയുക, പായസവും സാമ്പാറും ചോറും വറവും പപ്പടവും അവിയലും അച്ചാറും എന്തൊക്കെയോ ആയിട്ടുള്ള ഒരു അടിപൊളി ഓണസദ്യയും കഴിച്ചാണ് ഇന്ന് കുട്ടികളെല്ലാവരും മടങ്ങിയത്. ഉച്ചയ്ക്ക് ശേഷം നല്ല ഗെയിംസ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായിട്ട് ഉറിയടി മത്സരവും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഉണ്ടായിരുന്നു. വലിയവരെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെ തന്നെയാണ് ഇന്നത്തെ ഉറിയടി പൊട്ടിച്ചത്. എല്ലാ വർഷവും അവൾ തന്നെയാണ് പൊട്ടിക്കാറെന്നാണ് പറയൽ. ഈ വർഷവും പതിവ് തെറ്റിച്ചില്ല, അവൾ തന്നെയാണ് ഈ വർഷവും പൊട്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് വാശിയേറിയ വടംവലി മത്സരവും കുട്ടികൾക്കും ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടായിരുന്നു വടംവലി മത്സരവും. അങ്ങനെ ഒരുപാട് മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് അമ്മമാരും കുട്ടികളും എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് അവസാനം ഇത്രയും